ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ ഡിസഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ഇഷ്യൂ കൊണ്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ, ബോണസ് ഇഷ്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജും അതുപോലെ തന്നെ പിന്നെ കമ്പനിക്കുള്ള ഡിസഡ്വാൻറ്റേജും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റിഡക്ഷൻ ഇൻ ഡിവിഡൻഡ് പെർ ഷെയർ. എന്താ കാരണം? ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുമ്പം നമ്മൾ 1,00,000 രൂപയാണ് ഡിവിഡൻഡ് ഉള്ളത്. ഓക്കെ, കമ്പനീൻ്റെ അടുത്തുള്ള നമ്പർ ഓഫ് ഷെയർസ്, കമ്പനീൻ്റെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ് 10,000 ആണെങ്കിൽ കിട്ടുന്ന ഡിവിഡൻഡ് എത്രയായിരിക്കും? 10 രൂപയായിരിക്കും. ഇനി കമ്പനിക്ക് 1,00,000 തന്നെയാണ് വീണ്ടും പ്രോഫിറ്റ് ഉള്ളത്. പക്ഷേ 1 ഷെയർ ബോണസ് വെക്കുമ്പോൾ 20,000 ബോണസ് എന്ത് ചെയ്തു? 20,000 ടോട്ടൽ ഷെയർ വന്നു. അപ്പോൾ എന്തായി മാറി? 5 രൂപയായി മാറി. ഇതാണ് മാറ്റം. ഡിവിഡൻഡ് പെർ ഷെയർ കുറയും എന്നുള്ളത്. ഓക്കെ, since the number of shares increases after bonus issue, the dividend per share is reduced. Thus, shareholders may not gain much in reality. പ്രത്യേകിച്ച് എന്തില്ല, ഷെയർ ഹോൾഡേഴ്സിന് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി ഫെയർ മാർക്കറ്റ് വാല്യൂ ഇഫ് ഡിവിഡൻഡ് റേറ്റ് ഡിക്ലൈൻസ്, fall in മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. ഇഫ് ഡിവിഡൻഡ് റേറ്റ് ഡിക്ലൈൻസ്, ഡിവിഡൻറ്റിൻ്റെ റേറ്റ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫെയർ മാർക്കറ്റ് വാല്യൂ കുറയും. ഇത് പ്രാക്ടിക്കലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. എസൻഷ്യ എന്ന് പറഞ്ഞ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എസൻഷ്യ തന്നെ എൻ്റെ ഓർമ്മ. എസൻഷ്യയിൽ 230ഓളം ഷെയർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ പ്രൈസ് 7 രൂപയായിരുന്നു. പിന്നെ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് പിന്നെ ഒരു ഷെയർ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അതിന് സ്വാഭാവികമായിട്ടും 460 ഷെയറായി. ഇപ്പോൾ ഇന്നേ ദിവസം പോലും ഇതിൻ്റെ എമൗണ്ട്, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3.3 അങ്ങനെ എന്തോ ഒരു എമൗണ്ടാണ്. അതായത് ഡബിളായിട്ട് കൂടിയപ്പോൾ അതേപോലെ മാർക്കറ്റ് വാല്യൂ ഇങ്ങോട്ട് താഴ്ന്നും ചെയ്തു. 7 രൂപ മാർക്കറ്റിൽ ഓടിയിരുന്ന സാധനത്തിന്. അപ്പോൾ സത്യത്തിൽ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടിയത്? ബെനിഫിറ്റൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇഫ് ദ കമ്പനി ഈസ് അണേബിൾ ടു മെയിൻറ്റെയിൻ ദ സെയിം റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ മേ ഫാൾ. സെയിം റേറ്റ് ഓഫ് ഡിവിഡൻഡ് തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മാർക്കറ്റ് വാല്യൂ കുറയും എന്നുള്ളതാണ്. ഓക്കെ, ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഷെയർ കൊണ്ട് നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ഡിവിഡൻഡ് കമ്പാരിറ്റീവ്ലി കുറവാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്തായാലും കുറയും. ഡിഫിക്കൽറ്റി ഇൻ ഡിസ്പോസൽ ഓഫ് ഷെയർസ്. വെൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഫാൾസ്, മാർക്കറ്റ് വാല്യൂ കുറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിസ്പോസ് ഓഫ് ദെയർ ഷെയർസ് ഈസിലി. മാർക്കറ്റ് വാല്യൂ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷെയർ ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവൂലേ? അതാണ് പറഞ്ഞത്. എൻകറേജസ് സ്പെക്കുലേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഇൻട്രാഡേ സെയിൽസ് ഒക്കെയാണ് നമ്മുടെ സ്പെക്കുലേഷൻ ബിസിനസ് വരിക. അപ്പം ഷെയർ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വെക്കുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാത്ത പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇത് വരുന്നുണ്ട്. സ്പെക്കുലേഷൻ, ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷെയർ വാങ്ങലും വെക്കലും ചെയ്യുന്നത് കൂടും എന്നുള്ളതാണ്. ബോണസ് ഇഷ്യൂ ഓഫൺ എൻകറേജസ് സ്പെക്കുലേഷൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് വിച്ച് മേ ലീഡ് ടു വൈഡ് ഫ്ലക്ച്വേഷൻ ഇൻ ഷെയർ പ്രൈസസ്. സ്പെക്കുലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ നല്ല കൂടാൻ സാധ്യതയുണ്ട് എന്ന അസംഷനിൽ വലിയ പ്രൈസ് കോട്ട് ചെയ്ത് വിളിക്കും. ഇത് സാധാരണ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് കമ്പനി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയർ വാങ്ങിയാൽ 2 ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്യും?
നല്ല പ്രൈസിന് ഈ ഷെയർ വാങ്ങി വെക്കും. സ്വാഭാവികമായിട്ടും ആ ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്ത് ബോണസ് ഷെയർ കൊടുക്കുന്നതിൻ്റെ ഇടയിലുള്ള ഡേറ്റിലും നല്ല പ്രൈസ് ഇൻക്രീസ് ആവും. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി ഈ പ്രൈസ് ഇങ്ങോട്ട് താഴോട്ട് വരും. ഇതെന്താണ് ഇങ്ങനെ കൂടാൻ എന്താ കാരണം? കമ്പനീൻ്റെ ഫണ്ടമെൻ്റൽസിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് അപ്പോഴും ഒരേപോലെയാണ്. ഇതാകെയുള്ള കാര്യം സ്പെക്കുലേഷനാണ്. ഇതുള്ള ക്യാൻഡിൽസിലുള്ള മാറ്റങ്ങൾ ഒക്കെ വരാനുള്ള മെയിൻ കാരണം കമ്പനി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഷെയറിൻ്റെ വില പൈസ കൂടാൻ സാധ്യതയുണ്ട് എന്ന ആ ഊഹത്തിൻ്റെ ബേസിലാണ്. അല്ലാതെ ഫണ്ടമെൻ്റൽസിൽ അസറ്റിലും ലയബിലിറ്റീസിലുള്ള മാറ്റങ്ങളും കമ്പനീൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ടൊന്നുമില്ല എന്ത് ചെയ്യുക ഇത്തരം സാധനങ്ങൾ ചെയ്യുന്നത്. അതാണ് എൻകറേജ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഡക്ഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. കമ്പനീൻ്റെ അടുത്ത് കുന്നുകൂടി കിടക്കുന്ന പ്രോഫിറ്റ് മുഴുവൻ എന്ത് ചെയ്യും താഴോട്ട് പോകും. കാരണം റിസർവ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ബോണസ് ഷെയർ ചെയ്യുന്നത്. ദ റിസർവ്സ് ഓർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ആർ റെഡ്യൂസ്ഡ് വിച്ച് അതർവൈസ് കുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ എക്സ്പാൻഷൻ. കമ്പനീൻ്റെ അടുത്തുണ്ടായിരുന്ന ഇത്രയും കൂടുതലായിട്ടുള്ള ഈ റിസർവുകളെ കമ്പനിയുടെ ബ്രാഞ്ചോ മറ്റൊക്കെ തുടങ്ങുന്ന എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അത് കഴിയൂല എന്നുള്ളതാണ്. ഇനി അഡീഷണൽ എക്സ്പെൻസ് എന്തൊക്കെയാണെങ്കിലും അഡീഷണലി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളൊക്കെ അഡീഷണലി വരും. പിന്നെ നോ ക്യാഷ് ഇൻഫ്ലോ. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ക്യാഷ് ഇൻഫ്ലോ ഇല്ല എന്നുള്ളതുമാണ്. ഇൻഫ്ലോ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നോ ക്യാഷ് ഇൻഫ്ലോ, കമ്പനിക്ക് ക്യാഷ് കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സാധനം വിട്ടുപോയി. ഇത് ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യത്തെ 5 പോയിന്റ് ഡിസഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സാണ്. ഇവിടെ ഡിസപ്പോയിൻമെൻറ്റ് ടു ക്യാഷ് സീക്കിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ക്യാഷ് ആഗ്രഹിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു ഡിസഡ്വാൻറ്റേജാണ്. കാരണം ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് പലപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. മാർക്കറ്റിൽ ഷെയറിൻ്റെ വിലയും കൂടെ കുറഞ്ഞാൽ വാങ്ങാൻ ആളുകൾ കുറവായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ച് കാര്യങ്ങൾ അടുത്ത ഇതിൽ നമുക്ക് കണ്ടീഷൻസ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കമ്പനീസ് ആക്ടിൻ്റെയും സെബി റെഗുലേഷൻ്റെയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.